ഇന്ന് നമ്മൾ ഉച്ഛിഷ്ട ഗണപതി ഉപാസനയെ പറ്റിയിട്ട്, ഉച്ഛിഷ്ട ഗണപതി എന്താണ്, അതിന്റെ രൂപസങ്കല്പം എന്താണ്, ആ സാധന ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലം ഉദ്ദേശിക്കപ്പെടുന്നത്, ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എല്ലാ ദേവതകളെയും മാതിരിയും ഗണപതിക്ക് ഒരുപാട് രൂപസങ്കല്പങ്ങളുണ്ട്. പ്രധാനമായിട്ടും 32 രൂപങ്ങളിലുള്ള ദ്വാദശ ഗണപതിയുണ്ട്, ഷോഡശ ഗണപതിയുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ നാനാത്വം കൊടുത്തിരിക്കുന്നത് തന്നെ ഉപാസകർക്ക് അവരുടെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള രൂപസങ്കല്പം കിട്ടാനായിട്ടാണ് നമ്മൾ ഈ വെറൈറ്റീസിനെ വെച്ചിരിക്കുന്നത്. ഏത് ഗണപതി ഉപാസിച്ചാലും ഒരു മന്ത്രമേ ഒരു റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഒരു വീട്ടിലേക്ക് 4 എൻട്രൻസ് ഉണ്ടെങ്കിൽ ഏത് എൻട്രൻസിൽ കൂടി കയറിയാലും വീട്ടിനകത്ത് കയറുന്നു, അതുമാതിരി അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഈ രൂപത്തിൽ വ്യത്യാസം വരുന്നതിന്റെ പ്രയോജനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അതിൽ സത്വരജ സമസ്ത എന്നുള്ള കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഒരു ഉപാസകൻ സാത്വികമായിട്ടുള്ള ഉപാസകനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗണപതിയുടെ സാത്വികമായിട്ടുള്ള രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഉപാസന ചെയ്യുന്നതായിരിക്കും ഉചിതം. അങ്ങനെ നോക്കുമ്പോൾ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത് കൂടുതലും താമസികമായിട്ടുള്ള രൂപസങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ താമസികമായിട്ടുള്ള ഭാവനയുള്ള ആൾക്കാർക്ക് ഉള്ള സാധകന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള രൂപമായിട്ട് സങ്കല്പിക്കാം. എന്താണ് ഉച്ഛിഷ്ട ഗണപതി? ഉച്ഛിഷ്ട ഗണപതി ആദ്യ രൂപം ഒന്ന് നോക്കുക. ഉച്ഛിഷ്ട ഗണപതി നഗ്നമായ സ്ത്രീയെ മടിയിൽ ഇരുത്തിക്കൊണ്ടുള്ള രൂപമുണ്ട്. അതല്ലാതെ വീണധാരിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടും സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ ഈ ഉച്ഛിഷ്ട ഗണപതി തന്നെ, എന്നാൽ ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അത് ഈ രൂപത്തിലാണെങ്കിലും വേറെ ഏത് രൂപത്തിലാണെങ്കിലും ഫലം ഒന്ന് തന്നെയാണ് വരുന്നത്. ഇപ്പോ സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചതുർഭുജം രക്തധനം തൃനേത്രം ഭാഷാങ്കുശവും മോദപാത്രതന്തോ കരൈദനം സരസീരുവസ്തം മുൻവൃത്തം ഉച്ഛിഷ്ട ഗണേശമീടെ, ആ ധ്യാന ശ്ലോകത്തിലുള്ള 9 അക്ഷരമുള്ള അതാക്ഷരി മന്ത്രം, അതാണ് ഉചിതമായിട്ട് വരിക. ഇപ്പോ ഈ താന്ത്രികമായിട്ടുള്ള രൂപസങ്കല്പത്തില് അത് അല്ലെങ്കിൽ വാമാചാരത്തിലോ അല്ലെങ്കിൽ കൗളാചാരത്തിലോ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ സ്ത്രീ സംബന്ധിയായിട്ടുള്ള ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രൂപസങ്കല്പമാണ് വേണ്ടതെങ്കിൽ അത് ഈ ഉച്ഛിഷ്ട ഗണപതി രൂപം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഉച്ഛിഷ്ട ഗണപതിയുടെ രൂപത്തില് നഗ്നമായിട്ടൊരു സ്ത്രീയെ തന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ ഗുഹ്യഭാഗത്തേക്ക് തന്റെ തുമ്പിക്കൈ കൊണ്ട് ഉത്തേജനം ചെയ്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ആനന്ദമോ എക്സസിയോ അല്ലെങ്കിൽ ജ്ഞാനമോ എന്താണോ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഉച്ഛിഷ്ട ചണ്ടാളി എന്നും പറയാം. ഈ നഗ്നമായ സ്ത്രീക്ക് ഉച്ഛിഷ്ട ചണ്ടാളിയെ എടുക്കാം, നീല സരസ്വതി എന്നുള്ള രൂപം എടുക്കാം, മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിക്കാറുണ്ട്, താരയായിട്ടും സങ്കല്പിക്കാറുണ്ട്, നീല താരയായിട്ടും സങ്കല്പിക്കാറുണ്ട്. ഇതൊക്കെ സാധകന്റെ മാനസികമായിട്ടുള്ള അവസ്ഥ അനുസരിച്ചിട്ട് അതിന്റെ അഭിരുചി അനുസരിച്ചിട്ടായിരിക്കും ഇതെടുക്കേണ്ടത്. ഇതെന്താണ് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗ്നമായിട്ട് സ്ത്രീ എന്ന് പറയുന്നത് ആദിശക്തിയായിട്ടിരിക്കുന്ന ശക്തിയാണ്, ശക്തി സ്വരൂപിണിയാണ്. അപ്പൊ അതില് പ്രൈമോഡിയൽ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആദിപരാശക്തി എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പൊ ആ ആദിശക്തിയാണ് സൃഷ്ടിക്ക് നിദാനമായിട്ട് വരുന്ന ശക്തി. ശക്തി ഇല്ലാതെ സൃഷ്ടി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സൃഷ്ടികർത്താവായിരിക്കുന്ന അത് ഏത് രൂപത്തിലെടുത്താലും, വിഷ്ണു ആണെങ്കിലും ശരി, ശിവനാണെങ്കിലും ശരി, സുബ്രഹ്മണ്യനാണെങ്കിൽ ശരി, ഏതാണെങ്കിലും അതിലേക്ക് ശക്തിയില്ലാതെ സൃഷ്ടി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗണപതിയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, ഗണപതിയുടെ സൃഷ്ടിക്ക് ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അഭേദ്യമായിട്ടുള്ള ഭാഗം എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ശക്തിയാണ്. അപ്പൊ അവിടെ സങ്കല്പിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീരൂപം, നഗ്നമായിട്ട് സ്ത്രീരൂപം ലൈംഗിക ഭേദമുണ്ടെന്നല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള
ഡിഫറൻസസും ഇല്ലാതെ, അതിൽ ശിവനും ശക്തിയുമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ പുരുഷനും പ്രകൃതിക്കും ലൈംഗികമായിട്ടുള്ള ഒരു അവസ്ഥ ഭേദമല്ലാതെ വേറെ ഒരു ഭേദവും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ നഗ്നമായിട്ട് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള സ്ത്രീ, ആ സ്ത്രീയുമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ ഈ രൂപസങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ശക്തിയുമായിട്ട് പുരുഷനുള്ള ഗണപതി സംയോഗത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടി ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാം. ഇതാണ് രൂപസങ്കല്പം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത് നോക്കാം. മൂലാധാരത്തിന്റെ അടിമനാണ് ഗണപതി, അതെല്ലാവർക്കും അറിയും. മൂലാധാരത്തിലാണ് 3.5 ചുറ്റുള്ള കുണ്ടലിനി ശക്തിയായിട്ട് നമ്മളുടെ അകത്തിരിക്കുന്ന ആ പരമമായിട്ടുള്ള ശക്തി കുടികൊള്ളുന്നതെന്നാണ് ശാസ്ത്രം. സ്വാഭാവികമായിട്ടും മൂലാധാരം നമ്മൾ ജനനേന്ദ്രിയമായിട്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ആധാരമാണ്. അപ്പൊ ഏത് നമ്മൾ ഉപാസന ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ ഗണപതിയെ ഉപാസിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ നമ്മൾ ഉണർത്തിയെടുത്താൽ മാത്രമേ അതിന് മുകളിലുള്ള 6 ആധാരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഗണപതി ഉപാസനയുടെ അടിസ്ഥാനപരം. ഗണപതിയെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത് പരമമായിട്ടുള്ള ഒരു ഉപാസന മൂർത്തിയായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം മൂലാധാരത്തിൽ ഉറങ്ങിയിരിക്കുന്ന കുണ്ടലിനി ശക്തിയായിരിക്കുന്ന രൂപത്തിനെ സഹസ്രതലമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥിരമായിട്ട് ശക്തിയുമായിട്ട് സംയോജിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഒരു ഗാണപത്യത്തിൽ നിൽക്കുന്ന ഒരാളുടെ അവസാനത്തെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂലാധാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവനായതുകൊണ്ട് അവിടെ നമ്മളുടെ 72,000 നാഡികളുടെ സോഴ്സ് ആയിട്ട് പറയപ്പെടുന്ന ആ മൂലാധാരം അവിടെ നിന്നാണ് നമ്മളുടെ കുണ്ടലിനി ശക്തിയുടെ ഉറവിടമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഉറവിടത്തിലേക്ക് തന്നെ നമ്മൾ പോയി ഉറങ്ങിക്കിടക്കുന്ന ആ എനർജീനെ ഉണർത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് 6 ആധാരങ്ങളിലേക്ക് കൊണ്ടുപോയി ശരീരം മൊത്തം വ്യാപിപ്പിച്ചിട്ട് ആ എക്സ്റ്റസി, ശിവശക്തിക്കും അല്ലെങ്കിൽ ഗണപതിയും ദേവതയുമായിട്ടുള്ള ഐക്യം അത് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ രൂപസങ്കല്പത്തിൽ പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ രൂപത്തിനെ നോക്കി ഇനി അതിന് അടുത്ത തത്വത്തിലേക്ക് പോകാം. തത്വത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ വാക്കിനർത്ഥം ഉച്ഛിഷ്ട ഗണപതി എന്നുള്ള വാക്കിനർത്ഥം, ഉച്ഛിഷ്ടം എന്നുള്ള ഗണപതിക്ക് ഗണങ്ങളുടെ നായകൻ എന്ന് നമുക്കറിയാം. ഉച്ഛിഷ്ടം എന്നുള്ള വാക്കിനർത്ഥം ഏതൊരു ക്രിയയിൽ ബാക്കി വരുന്ന ഭാഗം, ഒരു ക്രിയ ചെയ്യുമ്പോൾ അതിൽ ബാക്കി വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. അത് ആഹാരത്തിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ഛിഷ്ടം എന്നവിടെ വിശേഷിപ്പിക്കുന്നത് എച്ചിൽ എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പൊ ആഹാരം നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ താഴെ പോകുന്നില്ലേ, ആ ഭാഗത്തിനെയാണ് നമ്മൾ എച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? 2 വിധത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, സൃഷ്ടി എന്നുള്ള സമയത്ത്, സൃഷ്ടി ചെയ്യുന്ന സമയത്ത് അതൊരു ക്രിയയാണല്ലോ. ആ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ആ സൃഷ്ടി അതിന്റെ കൂട്ടത്തിൽ അതിന്റെ പൂർത്തീകരണത്തിന് മുമ്പായിട്ട് അതിൽ നിന്നും ഭിന്നമായിട്ട് അല്ലെങ്കിൽ അവശേഷിക്കപ്പെടുന്ന അതിൽ നിന്നും മാറി നിൽക്കപ്പെടുന്ന ചില വസ്തുതകൾ, ചില ശക്തികൾ, അതിനെ നമ്മൾ ഉച്ഛിഷ്ടം എന്ന് പറയാം. ഉച്ഛിഷ്ട ഗണപതി സൃഷ്ടി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഉച്ഛിഷ്ട ഗണപതി അല്ലെങ്കിൽ ഒരു സൃഷ്ടി കർമ്മം നടക്കുന്നത് വിചാരിക്കുക. ആ സൃഷ്ടി കർമ്മം നടക്കുന്ന ഇടയ്ക്ക് ചില ഭാഗങ്ങൾ, ചില എനർജികളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് അവ പുറമേക്ക് പോകും. അതിനെയാണ് നമ്മൾ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ കർമ്മത്തിലൂടെ വരുന്ന അവശേഷിച്ച ഭാഗങ്ങൾ അത് ഉച്ഛിഷ്ടം. ആഹാര സംബന്ധമായി നോക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന ഇടയ്ക്ക് സംഭവിക്കുന്ന അതിൽ എച്ചിലായിട്ട് പറയപ്പെടുന്ന ഉച്ഛിഷ്ടം. അപ്പോൾ ഇതിൽ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എച്ചിലായിട്ട് പറയുന്ന സാധനവും ഒറിജിനലായിട്ടുള്ള ഫുഡും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ആണല്ലോ. അതേമാതിരി സൃഷ്ടി എന്ന് പറയുന്ന സമയത്ത് സൃഷ്ടിയിൽ നിന്നും ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടാതെ നിൽക്കുന്ന ഭാഗങ്ങളും സൃഷ്ടികർത്താവിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ എച്ചിലും യഥാർത്ഥമായിട്ടുള്ള ആഹാര പദാർത്ഥവും രണ്ടും ഒന്ന് തന്നെയാണ്.
പക്ഷെ അത് ആ പദാർത്ഥത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് തന്നെ എച്ചിൽ നമ്മൾ വിളിക്കുകയാണ്, അല്ലേ? അപ്പോ ഉച്ഛിഷ്ട ഗണപതിയുടെ തത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉപാസകനായിരിക്കുന്ന, ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസകനായിരിക്കുന്ന ഒരാൾക്ക് ഉച്ഛിഷ്ടത്തിൽ ഗണപതിയെ കാണാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ വിസർജിക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട ചില എനർജി ആവാം. നമ്മളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു ജ്ഞാന സംബന്ധമായ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ഒന്നേ ഉള്ളൂ. രണ്ടെന്നുള്ള അവസ്ഥ പിന്നീട് വന്നതാണ്. അപ്പോൾ ആ രണ്ടെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഉച്ഛിഷ്ടം ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഉച്ഛിഷ്ടത്തിലും പരമമായിട്ടുള്ള ഏതാണോ ഉപാസനമൂർത്തി, ആ ഉപാസനമൂർത്തിയെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ തിയറി കൊണ്ട് പറയുന്നത്. ഉച്ഛിഷ്ടം എന്ന് പറയുമ്പോൾ സമയത്ത് ആ വാക്കിന് തന്നെ നമുക്കൊരു ഡെറഗേറ്ററി മീനിങ് ഉണ്ട്. എന്നുവെച്ചാൽ അതിനെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്, ഇല്ലേ? ഉച്ഛിഷ്ടം എന്ന് പറയുമ്പോൾ വേസ്റ്റ് എന്നതാക്കാം, അല്ലെങ്കിൽ അത് എച്ചിൽ നിന്നാകാം. അതിനെ നമ്മൾ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോ യഥാർത്ഥമായിട്ടുള്ള ഒരു ഗണപതിയെ മനസ്സിലാക്കിയ ഒരാൾക്ക് നല്ലതോ ചീത്തയോ, ഉയർന്നതോ താഴ്ന്നതോ, സേക്രഡോ പ്രൊഫൈനോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന സക്സസ്ഫുൾ ആയില്ലെന്നർത്ഥം. എന്ന് വെച്ചാൽ ദ്വന്ദ്ങ്ങൾക്കപ്പുറം, ഓപ്പോസിറ്റ്സ് അപ്പുറം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉച്ഛിഷ്ട ഗണപതിയുടെ ജ്ഞാനം, അല്ലെങ്കിൽ ആ അവസ്ഥ. ഇപ്പൊ നല്ലതും ചീത്തയ്ക്കും, പാപത്തിനും പുണ്യത്തിനും, അന്ധകാരത്തിനും വെളിച്ചത്തിനും അപ്പുറം നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഉച്ഛിഷ്ട ഗണപതിയുടെ സാധന ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പൊ അത് വീക്ഷിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉച്ഛിഷ്ടം എന്നുള്ളൊരു സങ്കല്പത്തിനെ ഉയർന്നത് താഴ്ന്നതെന്നുള്ള ഒരു ഡിഫറൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സൃഷ്ടി ഉണ്ടാവുന്നത് നമുക്കറിയും, നമ്മളുടെ സ്ത്രീയുടെ യോനിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് വിധത്തിൽ നമ്മൾ യോനിനെ ഉപയോഗിക്കാം. ഉച്ഛിഷ്ട ഗണപതിയുടെ സാധനയിൽ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു യോനിയെ നമ്മൾ ഉപയോഗിക്കുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. അതിലൂടെയാണ് സൃഷ്ടി പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഉച്ഛിഷ്ട ഗണപതിയുടെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഉച്ഛിഷ്ട ഗണപതിയുടെ സാധനാക്രമത്തിൽ, ഉച്ഛിഷ്ട ഗണപതി ഇങ്ങനെ ഒരു യോനി ഭാഗത്തെ അദ്ദേഹം ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു എക്സ്റ്റസിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാദം എന്നെ സംബന്ധിച്ചോളം അത് അപക്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണഗതിയിൽ ഒരു സെക്ഷുവലായിട്ടുള്ള, ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രൂപം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം വെച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സങ്കല്പം വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഉച്ഛിഷ്ട ഗണപതിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു രൂപം കൊടുത്തു എന്നുള്ള സങ്കല്പത്തിൽ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് വെച്ചാൽ, അദ്ദേഹം യോനിയെ ഉത്തേജിപ്പിക്കുകയാണോ അല്ലെങ്കിൽ അതിനെ അടച്ചു പിടിക്കുകയാണോ, അത് കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിരിക്കും. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, യഥാർത്ഥമായിട്ടുള്ള ഗണപതിയുടെ അവസ്ഥ ഉച്ചനീചത്വങ്ങൾക്ക് അപ്പുറത്ത്, എല്ലാ ദ്വന്ദ്ങ്ങൾക്കും അപ്പുറത്ത് അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് നമ്മൾക്ക് പ്രധാനമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് സൃഷ്ടിയാണ്. അപ്പോ സൃഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാം മാനസപുത്രന്മാരായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ബ്രഹ്മാവ് വിചാരിച്ചു അങ്ങനെ ക്രിയേഷൻ ഉണ്ടായി, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും മാനസപുത്രന്മാരാണ്. ബ്രഹ്മത്തിന്റെ മാനസപുത്രനായിട്ടായിരിക്കണം. ഒരു ക്രിയേഷനാണ് ഈ ക്രിയേഷൻ മൊത്തത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അത് താഴേക്കാണ് പോകുന്നത് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഉദാത്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒന്നിൽ നിന്നുമാണ് പലതായിട്ട് മാറുന്നത്. അതിനെയാണല്ലോ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒന്ന് എന്നുള്ള സങ്കല്പം മനസ്സിലാക്കണമെങ്കിൽ ഈ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസനാമൂർത്തിയായിട്ട് എടുക്കുന്ന ഒരാളുടെ അന്തിമമായ ലക്ഷ്യം കാലാതീതമായിട്ടുള്ള ഒരു സത്യത്തിലേക്ക്
ഉള്ള ഒരു പ്രയാണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ ഈ സൃഷ്ടിക്ക് നമ്മളുടെ പേരിലുള്ള ആധിപത്യം, സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനോടും അതിനുള്ള ആധിപത്യം നമ്മൾ കുറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഈ ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം ആ പ്രകൃതിയുടെ യോനിയെ ഉത്തേജിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ചോളം അടച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സൃഷ്ടി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹം അത് അടച്ചു പിടിച്ചിരിക്കുന്നത്. അതിലുള്ള എക്സ്റ്റസി ആണ് അദ്ദേഹത്തിൻ്റെ പ്യുവറായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഒരു ചൈതന്യം. അത് ഈ ഒരവസ്ഥയിൽ നിന്നാണ് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനെ ഏത് രീതിയിലാണോ നമ്മൾ സമീപിക്കുന്നത്, ഒരു ഉപാസകൻ ഒരു സങ്കല്പം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഉപാസന ചെയ്യുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് തന്നെ താൻ എന്താണ് ഈ ഉപാസനയിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന ഒരാൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എന്താണ് അത് ലക്ഷ്യം എന്നറിയാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അതിപ്പോൾ ആ യോനിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ. ഇതൊരു ആധ്യാത്മിക തലത്തിലല്ലാതെ ഇതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, നമ്മളുടെ ഒരു പ്രവൃത്തിക്ക്, ഈ ലൈംഗികമായിട്ടുള്ള ഒരു ചേഷ്ടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്ന മാതിരിയാവും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് അറിയാതെ, ഈ പ്രവൃത്തി അറിയാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തത്വം അറിയാതെ ഈ ഒരു ഉപാസന ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശരീരബോധം കൂടുതലാവും. ശരീരബോധം കൂടുതലാകുമ്പോൾ ശരീരസുഖത്തിന് പ്രാധാന്യം കൂടും. അപ്പോൾ ഓൾറെഡി ഒരു മനുഷ്യനായിട്ടിരിക്കുന്ന ആൾക്ക് എല്ലാ വിചാര വികാരങ്ങളും ഉള്ളതാണ്. ഉച്ഛിഷ്ട ഗണപതിയുടെ ഉദാത്തമായിട്ടുള്ള ആ സങ്കല്പത്തിന് അറിയാതെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ലൈംഗികമായ ആസക്തി അല്ലെങ്കിൽ ഭൗതിക സുഖത്തിനോടുള്ള ആസക്തി കൂടുകയേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം നമ്മൾ മുമ്പേ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന സാധാരണഗതിയിൽ ശ്രീവിദ്യ പരമ്പരയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഉച്ഛിഷ്ട ഗണപതി എടുക്കാറുണ്ട്. പക്ഷെ അവരെന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീവിദ്യ അല്ലെങ്കിൽ മഹാഷോഡശി പുരസ്ചരണം ചെയ്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സമ്പ്രദായങ്ങളിൽ, ചില രഹസ്യമായിട്ടുള്ള മണ്ഡലികളിൽ ഉച്ഛിഷ്ട ഗണപതിയെ തന്നെയാണ് മഹാഷോഡശിയായിട്ടും അല്ലെങ്കിൽ കാമേശ്വരിയായിട്ട് സങ്കല്പിച്ച് ചിലർ ആചരിച്ചു വരുന്നത്. അത് നിഗൂഢമാണ്, പക്ഷെ എന്നാലും അങ്ങനെയും സങ്കല്പമുണ്ട്. അതൊക്കെ നമ്മളുടെ സങ്കല്പത്തിനെ ബേസ് ചെയ്യിച്ചാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് മഹാഷോഡശി കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കാരണം, മഹാഷോഡശി ദശമഹാവിദ്യയിൽ വരുന്ന ഒരു ദേവതയാണ്. ആ ദേവതയുടെ ഉപാസന മൂലം നമുക്ക് ഭോഗമുക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുക്തി കിട്ടിക്കുന്ന ഒരാൾക്ക് മാത്രമേ, എന്നുവെച്ചാൽ നല്ലതും ചീത്തയ്ക്കും അപ്പുറം നിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ ഭാവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉച്ഛിഷ്ടത്തിൽ ഗണപതിയെ കാണാനുള്ള അർഹത വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി അല്ല നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉയർന്ന തലങ്ങളിൽ പോകണം. പോയ സ്ഥലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അതിനുശേഷമായിരിക്കണം ഉച്ഛിഷ്ട ഗണപതിയുടെ ഒരു ഉപാസന വേണമെങ്കിൽ എടുക്കേണ്ടത്. ഇപ്പം എല്ലാവർക്കും ഉച്ഛിഷ്ട ഗണപതി എടുത്തിട്ട് ജ്ഞാനം കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മാതിരി ഇത് ഓരോരുത്തരുടെ വാസനയാണ്, ഓരോ ജന്മങ്ങളിലൂടെ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങളിലൂടെ വന്നിരിക്കുന്ന വാസനകളാണ്. അപ്പോൾ എല്ലാവർക്കും ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന വേണം നിർബന്ധമില്ല. ഇതിന് സാധാരണഗതിയിൽ ഇപ്പോൾ നമശിവായ മന്ത്രമോ നാരായണ മന്ത്രം ജപിക്കുന്നതിന് ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ല. പക്ഷേ ഉച്ഛിഷ്ട ഗണപതിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അത് എങ്ങനെയൊക്കെയാണ് ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ബാധിക്കുന്നത് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പൊ ഇനി അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഉച്ഛിഷ്ട ഗണപതി ഉപാസന ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ ലക്ഷ്യം എന്തായാലും ഒന്നാണ്. എല്ലാ ആത്മീയമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ആത്മജ്ഞാനം തന്നെയാണ്, സെൽഫ് റിയലൈസേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മുക്തി തന്നെയാണ് ഉച്ഛിഷ്ട ഗണപതിയിലും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഏത് സാധന ചെയ്യുമ്പോഴും ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം കിട്ടുന്നതിന് മുമ്പായിട്ട് ചിലർക്ക് അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് ചില സിദ്ധികൾ വന്നെന്ന് വരും. പക്ഷെ സിദ്ധികൾ വന്നോളം നിർബന്ധമൊന്നുമില്ല. സിദ്ധികൾ കിട്ടാത്ത എത്രയോ ആത്മജ്ഞാനികളുണ്ട്.
രമണ മഹർഷി മാതിരിയോ അവർക്കൊന്നും സിദ്ധികളായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അവർക്ക് ആത്മജ്ഞാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനും പറയുന്ന അവരിലും കുണ്ടലിനി ശക്തി ഉയർന്നിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. പക്ഷെ അത് ബോധപൂർവം അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഭക്തി ഉണ്ടെങ്കിലും കുണ്ടലിനി ശക്തി ഉയരും, തീർച്ചയായിട്ടും ഉയരും. അപ്പൊ അതുകൊണ്ട് ഓരോ യോഗ പരമ്പരയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്രമം അനുസരിച്ചിട്ടായിരിക്കും ഈ സംഭവം നടക്കാൻ പോകുന്നത്. എന്തായാലും ഇത് നമ്മളുടെ ശരീരത്തിന് അകത്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ശരീരത്തിനകത്തിരിക്കുന്ന സാധനമാണ് ഈ കുണ്ടലിനി ശക്തി. അതിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ പൂജകളിലോ ഒന്നുമല്ല ഈ സാധനം ഇരിക്കണം. ഇതൊക്കെ വെറുതെ പ്രതീകമാണ്. അമ്പലത്തിലുള്ളതൊക്കെ പ്രതീകമാണ്. പ്രതീകം ഒരിക്കലും പ്രതിനിധീകരിക്കുന്നില്ല, സത്യത്തിനെ പ്രതികരിക്കുന്നില്ല. എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾക്ക് അതിന്റെ റെപ്രസെന്റേഷൻ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് ഈ ഉച്ഛിഷ്ട ഗണപതി എന്നുള്ളത്. അപ്പോൾ ഇനി അത് ഒരാൾ അതിന്റെ ഒരു പുരസ്കരണമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ അതിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. Oh.